ഇന്ന് ആരാ നോക്കണേ? എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒന്നാമത് പരിഗണിക്കുന്നത് പണവാ. ഒന്ന് കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല, ഇനി മക്കളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, ഇനി വയസ്സ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല, പണം തരുമെങ്കിൽ ഞാൻ കെട്ടാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പണം നോക്കിയിട്ട് വിവാഹം കഴിക്കാം. മോനെ, നീ എത്ര സുന്ദരിയെ കണ്ടാലും നിന്റെ വാപ്പായും ഉമ്മയും പറയും വേണ്ട. അതെന്തേ ഉമ്മ? പൈസ ഇല്ലടാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ. മോനെ, ഭാര്യയുടെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. വല്ല പെണ്ണിന്റെയും പണം കണ്ടിട്ട് നീ വിവാഹം കഴിച്ചാൽ നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കമേക്ക് സെറ്റുകാരാ ഒരിത്തിരി വെയ്യപ്പ, ഒത്തിരി സൗണ്ട് വെച്ചേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പണം കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകും. നിങ്ങളൊന്ന് ആലിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമത് നോക്കുന്നത് ഐശ്വര്യ റായിയുടെ മോളാണോന്ന് നോക്കണേ. കണ്ട ഗ്ലാമർ, സുന്ദരി മാത്രമേ കെട്ടത്തുള്ളൂ. അള്ളാഹുവേ, കണ്ട മലക്കുകൾ പറ്റുന്ന ഹൂറിൽ നിങ്ങളുടെ മക്കളെ പോലെ ഇരിക്കണം. സൗന്ദര്യം നോക്കി പെണ്ണ് കിട്ടുന്നവരുണ്ട്. സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ, പ്രവാചകൻ പറഞ്ഞു, വേണ്ട മോനെ, സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. സൗന്ദര്യം കൂടിക്കഴിഞ്ഞാൽ പെണ്ണിന് അഹങ്കാരം കൂടും. നീയല്ല, നിന്നെക്കാളും വലിയവനെ കിട്ടുമെന്നുള്ള ചിന്ത. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ വീട്ടിലെ വാപ്പായോ ആരെങ്കിലും മുത്താപ്പയോ അങ്ങനെയുള്ള കാരണവന്മാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നത്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ പോലെ രണ്ടെണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും. വാപ്പായും ഉമ്മായും ഒന്നുമല്ല, രണ്ട് കൂട്ടുകാരുമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്നു. അൽഹംദുലില്ലാ സലാമൊക്കെ പറഞ്ഞു കയറിയിരുന്നു. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ കല്യാണ പെണ്ണ് കാപ്പിയോ വെള്ളമായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ പെണ്ണിന്റെ ഗ്ലാമർ നോക്കി ഇങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കും, എങ്ങനെയുണ്ടല്ലിയ? അടുത്തിരിക്കുന്നവനോട് ചോദിക്കും, പെണ്ണ് കെട്ടുന്നത് ഇവനാ. ഇവൻ അടുത്ത് കൊണ്ടുപോയ മലക്കിനോട് ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. അവനൊരു 1.5 സ്കാനിങ് നടത്തിയിട്ട് പറയും, നല്ലൊരു ചരക്കാട കെട്ടിക്കോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നടക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അവൻ ഇഷ്ടപ്പെട്ടോ എന്നല്ല, കൂടെ പോയവൻ പറയണം കൊള്ളാവെന്നെങ്കിൽ കിട്ടുന്ന കാലം. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. സൗന്ദര്യം കൂടിയ പെണ്ണിനെ വിവാഹം കഴിക്കരുത്. കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് ഇന്ന് പരിഗണിക്കുന്നത് കുടുംബ മഹിമ നോക്കും. ദീനില്ലാത്ത കുടുംബ മഹിമയുള്ള പെണ്ണിനെ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കുടുംബ മഹിമ നോക്കിയിട്ടാണ് നീ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നിനക്കൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അവന് നല്ല ഒരു ഉമ്മാനെ കൊടുക്കലാ. അവനൊരു നല്ല ഉമ്മാനെ കൊടുക്കലാ. കാരണം ഉമ്മ നന്നായ, അല്ലാഹുവേ, ഉമ്മ നന്നായ, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വളർത്തിയ ഒറ്റ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. അല്ലാഹുവിനെ പേടിയുള്ള 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹുവേ സ്വലാത്തുൽ ഖുർആൻ ഓതുന്ന പറയുന്ന ഒരു ഉമ്മ വളർത്തിയ മക്കളും ഇന്നുവരെ തലതിരിഞ്ഞു പോയിട്ടില്ല. എത്രയോ ചരിത്രമെടുത്തു നോക്കൂ, പ്രവാചകന്മാരുടെ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവേ, പടച്ചവനെ, ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം, ഉമ്മമാര് വളർത്തിയ മക്കളുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവേ, ഒരുപാട് പ്രവാചകന്മാര് മൂസാ നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര്, സഹാബത്ത്, താബിഈങ്ങള്, അല്ലാഹുവേ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര്, എന്തിനീ നാട്ടിൽ നിങ്ങൾ പലരും ബഹുമാനിക്കുന്ന പലരെയും എടുത്തു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് പല തലവിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്ന് നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യമാര് പഠിച്ചവനെ ഇനിയെങ്കിലും അവരെയൊന്ന് നന്നാക്കാൻ പരിശ്രമിക്കാത്തതിന്റെ കാരണം എന്താ? ഇനിയെങ്കിലും നമ്മളൊന്ന് നന്നാക്കാൻ. എന്റെ പ്രിയമുള്ളവര്, നല്ല ഉമ്മയ്ക്ക് പറഞ്ഞ ഒരു മകന് ഞാൻ പറഞ്ഞു തരാ. നല്ല
നല്ല ഉമ്മാന്റെ വയറ്റിൽ ജനിച്ച ഒരു മകനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവേ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ല, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട് വിട്ടിറങ്ങുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭക്ഷണം തിരഞ്ഞു നടക്കുകയാ. അവസാനം ഹലാലായ ഭക്ഷണമൊന്നും കിട്ടിയില്ല. നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു വീഴുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം അത് കാണുകയാണ്. പടച്ചുറപ്പേ, വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിളുണ്ടല്ലോ, അതെടുത്തിട്ടങ്ങ് കഴിക്കുകയാണ്. അല്ലാഹുവേ, പകുതി കൊണ്ട് ആമാശയത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോഴാണ് അല്ലാഹുവേ ചിന്തിക്കുന്നത്, റബ്ബേ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ, അനുവാദം ചോദിച്ചില്ലല്ലോ, ഹറാമ് തിന്നുപോയല്ലോ അല്ലാ. ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. ഹറാമ് കഴിച്ചു പോയതിന്റെ പേരില് അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പകുതി ആപ്പിൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ ഇരുന്ന് ഭ്രാന്തനെ പോലെ കരയുകയാ. അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ റബ്ബേ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയുന്നു. അല്ലാഹുവേ, ചാടിയെഴുന്നേറ്റ് പുഴയ്ക്കെതിരായി ഓടുകയാണ്. എവിടെ നിന്നാണ് വീണത്? ഈ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? കിലോമീറ്ററുകളോളം ഓടി നടന്നിട്ട് അവസാനം കണ്ടുപിടിക്കുകയാ. തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു കൊല്ലുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അറിയാതെ തിന്നുപോയതാ, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരുവോ? ആ മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാനിവിടത്തെ തൊഴിലാളിയാ, എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല. അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ എന്ന് പറയുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, ഇതിന്റെ പൊരുത്തം ചോദിക്കാൻ 300 കൊല്ലം നടക്കേണ്ടി വന്നാലും ഞാൻ നടക്കാൻ തയ്യാറാ. അവസാനം പറഞ്ഞ അടയാളം വെച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദിവസങ്ങളോടെ സഞ്ചരിച്ചു. അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ. വിശന്ന് തളർന്നു കിടന്നപ്പോ അറിയാതെ തിന്നുപോയതാ. അതാ ആപ്പിളിന്റെ പകുതി കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. റബ്ബേ, ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഇത് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ഇവിടെ വരെ പൊരുത്തം ചോദിക്കാൻ വരണമെങ്കില് ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം, എന്റെ മകളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കാലിന് സ്വാധീനമില്ല. ഇങ്ങനെയുള്ള എന്റെ മകളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തപ്പെട്ടു തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് പെണ്ണിനെ പോലും കാണണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയാ മതി, എനിക്ക് പൊരുത്തം മതി, എനിക്ക് നരകത്തിന് വല്ലാത്ത പേടിയാ. അവസാനം വിവാഹം കഴിഞ്ഞു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മണിയറക്കകത്തൊരു സുന്ദരിയായ പെണ്ണിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യയുടെ എന്റെ ഭാര്യയുടെ ചെവി കേൾക്കാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യയുടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ എങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ?
ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല സാബിത്തേ. എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് ഞാൻ നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവള് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവനായിരുന്നു. അവൾക്ക് കാമുകന്മാരില്ലായിരുന്നു. കറങ്ങാൻ പോകുന്നവളായിരുന്നില്ലോ, സെക്സ് പറയുന്നവളായിരുന്നില്ലോ, കാമുകനോട് പാതിരാത്രി വാല് പറയുന്നവളായിരുന്നില്ലോ, അവൾ സിനിമ കാണുന്നവളായിരുന്നില്ലോ, അവൾ വൃത്തികേടുകളെ കാണുന്നവളായിരുന്നില്ലോ. അവൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവര് പെണ്ണായിരുന്നു. അല്ലാഹുവേ, രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങുകയാണ്. രണ്ടുപേരും കൂടെ പടച്ചറപ്പിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും അവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നയിച്ചപ്പോ അവർക്ക് അല്ലാഹു ഒരു മകനെ കൊടുത്തു. ആ നല്ല ഉമ്മയുടെ വയറ്റിലൊരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയോ? ആ മകൻ ആരെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി. പടച്ചവനേ, ആ ഉമ്മാന്റെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവേ, നല്ല ഉമ്മമാരുടെ വയറ്റില് നല്ല കൃഷിയിടത്തിൽ നിന്ന് നല്ല വിളവ് കിട്ടൂ. നല്ല ഉമ്മയുടെ വയറ്റില് നല്ല മക്കള് പിറക്കൂ എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ചരിത്രം പഠിപ്പിച്ചു തരുന്നു. നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, തളർന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നൊരു പുഴയുടെ ചാരത്ത് കിടക്കുമ്പോൾ ഒഴുകി വന്ന ഒരു ആപ്പിള് കഴിച്ചു. അതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം യാത്ര ചെയ്തു പോയി. ആ മനുഷ്യന്റെ മകനാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് ചരിത്രം. മഹാനായ മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനൊരിക്കെ അതാ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നപ്പോ വിരുന്നുകാരുമായിട്ട് മുബാറക് എന്ന് പറയുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി കൊണ്ടുവരാൻ പറഞ്ഞു, മധുരമുള്ള ഒരു കുല മുന്തിരി. മുബാറക് എന്ന് പറയുന്ന അടിമ അല്ലാഹുവേ പടച്ചവനെ തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരു മുന്തിരി എടുത്ത് തിന്നുമ്പോ വല്ലാത്ത പുളി എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞിടാ, പോയി മധുരമുള്ളത് പറിച്ചുകൊണ്ടുപോടാ. മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമതും കടന്നു ചെന്ന് ഒരു കുല മുന്തിരി കൂടെ പറിച്ചു കൊണ്ടുവന്നു. യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ അതിൽ ഒരെണ്ണം കഴിച്ചിട്ട് പറഞ്ഞു, വല്ലാത്ത പുളി, ദേഷ്യം വന്നു, നിന്നോട് ഞാൻ മധുരമുള്ളത് കൊണ്ടുവരാനാ പറഞ്ഞേ, പോയിട്ട് വാടാ. മൂന്നാമതും മുബാറക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴും നോക്കുമ്പോ വല്ലാത്ത പുളിയ. യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. മുബാറക് എന്ന് പറയുന്ന അടിമയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ, കൊല്ലങ്ങളായല്ലോ നീ ഇവിടെ ജോലി ചെയ്യുന്നു, എത്രയോ വർഷങ്ങളായിട്ട് നീ ഇവിടെ ജോലി ചെയ്യുന്നല്ലോ, എടാ മധുരമുള്ളത് ഏതാ മധുരമില്ലാത്തത് ഏതാണെന്ന് നിനക്ക് ഇതുവരെ അറിയത്തില്ലയോടാ എന്ന് പറഞ്ഞിട്ട് തല്ല. ഇത്രയോ വർഷമായിട്ട് നീ ഇവിടെ ജോലി ചെയ്തിട്ട് മധുരമുള്ള മുന്തിരി ഏതാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യജമാനൻ മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലിയപ്പോ ആ മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനനോട് ചോദിച്ചു, എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല. എന്നോട് തോട്ടം നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ? എന്നോട് നിങ്ങൾ തിന്നാൻ അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഒരു തറയിൽ കിടക്കണ പോലും ഞാൻ ഇന്നുവരെ എടുത്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അല്ലാഹുവേ പടച്ചവനെ, ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവസാനം മുബാറക് എന്ന് പറയുന്ന അടിമയുടെ കയ്യിൽ പിടിച്ച് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വാപ്പ ഒരു പുതിയാപ്പളയെ കൊണ്ടുവന്നിട്ടുണ്ട്. സൗന്ദര്യവതിയായ പണക്കാരന്റെ പൊന്നുമോൾ ഉപ്പാനോട് ചോദിച്ചു, ആരാ ഉപ്പ എന്റെ പുതിയാപ്പള? നമ്മുടെ പറമ്പി ജോലി ചെയ്യണ മുബാറക്കില്ലേ അവനാ. മകൾ ഉപ്പാനോട് ചോദിച്ചു അത്ര, എന്തേ വാപ്പ അടിമയാണ് കിട്ടിയത്? ഇദ്ദേഹത്തിനെയാണോ വാപ്പ കിട്ടിയത്? തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു അത്രേ, മോളെ, ഇതിനേക്കാളും ഒരു നല്ലവനെ കണ്ടെത്താൻ നിന്റെ വാപ്പാൻ എനിക്ക് ഒരിക്കലും കഴിയൂല.
ഈ മുബാറക്കിനെക്കാളും ഒരു നല്ല ഭർത്താവിനെ നിനക്ക് തെരഞ്ഞെടുത്ത് തരാൻ ഇനി എന്റെ ജീവിതത്തിൽ പറ്റൂല. അള്ളാഹുവേ, ആ സമയത്ത് ആ പൊന്നുമകള് വാപ്പയോട് പറഞ്ഞു അത്രേ, വാപ്പാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആ മനുഷ്യൻ മുബാറക്ക് എന്ന് പറയുന്ന അടിമയ്ക്ക് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകമറിയുന്ന പണ്ഡിതൻ ആ മഹാനാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വെറുതെയല്ല പറഞ്ഞത്, ഉമ്മ തലതിരിഞ്ഞു പോയാൽ ആ കുടുംബം നശിച്ചു പോകും. വാപ്പ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും നിസ്കാര തഴമ്പുണ്ടെങ്കിലും പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇമാം ആയാലും കണക്ക് തന്നെ. ഉമ്മമാര് നന്നായില്ലെങ്കിൽ കുടുംബം നന്നാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ദഅവത്ത് നടത്തിയ ഒരു നബിയാ. നിങ്ങൾ ആലോചിക്കണം, 950 വർഷം അള്ളാഹുവിനെ കുറിച്ച് ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ തലതിരിഞ്ഞവളായിപ്പോയി. സ്വന്തം ഭാര്യ ഒരു പ്രവാചകനെ നിങ്ങൾ ആലോചിക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 950 വർഷം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകന്റെ ഭാര്യ തലതിരിഞ്ഞു പോയപ്പോ ആ പൊന്നുമകനും തലതിരിഞ്ഞു പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുക. കാഫിറായിട്ട് ചത്തുപോയി. ഖുർആൻ മറ്റൊരു കഥ പറയുന്നുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, രണ്ടുപേരും പ്രവാചകന്മാരാ. ലൂത്ത് നബിയുടെ ഭാര്യ വൃത്തികെട്ടവളായപ്പോ അവിടുത്തെ മക്കളും നശിച്ചുപോയി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മയ്ക്ക് വലിയ സ്ഥാനമാ, നമ്മുടെ ഭാര്യയ്ക്ക് വലിയ സ്ഥാനമാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചവരിരുന്ന് ടെൻഷൻ അടിക്കുന്നു. ഉസ്താദേ, ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാൻ പരിശ്രമിച്ചുകൂടൂ. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നാക്കാൻ പരിശ്രമിച്ചുകൂടൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എടാ, ചിരിക്കാനും ഫോൺ നമ്പർ തരാനും ലൈനടിക്കാനും ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പെണ്ണുമോനെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ 100 വട്ടം ചിന്തിക്കണം ചെറുപ്പക്കാരാ. മോനെ, പണത്തിനല്ലടാ ബല, സൗന്ദര്യത്തിനല്ല ബല, കുടുംബമഹിമയ്ക്കല്ല ബല, ഇതിലുള്ള പെണ്ണിനാണ് പടച്ചവനെ വല്ലാത്ത ബല. അതിനാണ് നീ മഹത്വം കൊടുക്കേണ്ടത്, അതിനാണ് പവിത്രത കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ റളിയല്ലാഹു തആല ആ പെണ്ണുമകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വാപ്പയ്ക്ക് നിന്നോടുള്ള ഒന്നാമത്തെ കടമ നിനക്ക് നല്ല ഒരു ഉമ്മാനെ തരലാ, നിനക്കൊരു നല്ല ഉമ്മയെ തരലാ. ആ പൊന്നുമകൻ പറഞ്ഞു, തങ്ങളെ, എന്റെ ഉമ്മയാരെന്നറിയോ? എന്റെ ഉമ്മയാരെന്നറിയോ? മുസ്ലിമല്ല തങ്ങളെ, ഒരു അടിമ പെണ്ണാണ് തങ്ങളെ. കുറ്റം പറയാൻ കഴിയുമോ? മക്കളെ തലതിരിഞ്ഞു പോയതിന് പടച്ചവനെ മക്കളെ കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളോട് ആദ്യം നീ ചെയ്തതിനെ കുറിച്ചെന്തേ ചിന്തിക്കാത്തത്? നീ ചെയ്തതിനെ കുറിച്ചെന്തേ ആലോചിക്കാത്തത്? അല്ലാഹുവേ, അവിടെ നിന്ന് പറയുകയാ, എന്റെ ഉമ്മ ഒരു മുസ്ലിം പോലുമല്ല, എന്റെ ഉമ്മ ഒരു മുസ്ലിം പോലുമല്ല, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അടിമ പെണ്ണാണ് എന്റെ ഉമ്മ എന്ന് ആ പൊന്നുമകൻ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സാലിഹത്തായ ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ അള്ളാഹു മാറ്റുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാറ്റിയെടുക്കണം നമ്മൾ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ മാറ്റിയെടുക്കണം. 2, ആ പൊന്നുമകൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, തങ്ങളെ രണ്ടാമത്തെ കടമയെന്താ? ഒരു മാതാവിന്, ഒരു പിതാവിന്, മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. മക്കൾക്ക് നല്ല പേര് വെച്ച് കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഈ മകനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഈ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മോനെ, നിന്റെ പേരെന്താണ്? ആ പൊന്നുമോൻ പറഞ്ഞു, എൻ്റെ പേര് ജുഅല. വാപ്പ ഇട്ട പേരെന്താ? ജുഅല. ജുഅല എന്ന് പറഞ്ഞാല് ഇവിടെ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. ഈ മഴ പെയ്യണൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു പ്രാണി, ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല. ഇവിടെ എന്തോ ഒരു എരുമയെന്ന് പറയും, എന്തോ കോട്ടെരുമ. ഇങ്ങനെ കണ്ടിട്ടില്ലേ?
ഈ പ്രകാശത്തിലൊക്കെ ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ വരെ ഒരു കറുത്ത ഒരു വണ്ടുണ്ട്. എന്താ പാറ്റ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഇനി വേറൊന്നും ആവണ്ട. കാരണം പല നാടുകളിലും പലത് വർത്താനല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, കറുത്തിരിക്കണ ഒരു വണ്ട്, ഇങ്ങനെ 2 ചിറകൊക്കെ ഉള്ള ചെറിയ ഒരു സാധനം. എൻ്റെ പ്രിയമുള്ളവരെ, വാപ്പ തൻ്റെ മകനിട്ടിരിക്കണ പേരതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരെന്താ എന്നാലോചിക്ക. ഈ സദസ്സിരിക്കണ നെളിഞ്ഞിരിക്കണ ഓരോ വാപ്പമാരും നിന്റെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഇട്ടിരിക്കണ പേര്? ഇപ്പോൾ ചോദിക്കും, ഉസ്താദ് പേരിന് ഇത്ര വില എന്താണ്? പേരിനൊരു മഹത്തുണ്ട് മനുഷ്യ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ പറഞ്ഞതുപോലെ, ഇന്നിപ്പോ ഭാര്യ ഗർഭിണിയായി പ്രസവിക്കേണ്ട 7 മാസമാകുമ്പോഴേ ഡിക്ഷണറി നോക്കണ കാലവാ. പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറി നെറ്റി നോക്കിയിട്ട് ആ പേരെടുക്കണ മക്കൾക്കിടാൻ. വാപ്പയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അക്ഷരം വേണം. അപ്പൊ അതിനോട് യോജിച്ച പേരാ അധികം പേര് ഇടാറ്. ഇങ്ങനെ വലിയ ഗവേഷണമാണ് മക്കൾക്ക് പേരിടാൻ. എനിക്ക് ഓർമ്മ വരുന്ന ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മകൾ, എനിക്കൊരു പെൺകുട്ടിയാ, എൻ്റെ മകൾക്കൊരു വെറൈറ്റി പേരായിട്ടേ, ഒരു വെറൈറ്റി പേര്. അതുപോലെ ഒരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലില്ല. അപ്പൊ എനിക്കൊന്ന് കേൾക്കണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ ഫാത്തിമ നിഫാസ്. കാരണം ഫാത്തിമ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തമെന്ന്. ഞാൻ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടുവാണെങ്കിൽ അതിന് ഹൈലെന്നും കൂടെ ഇടാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും ചിരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ മക്കൾക്ക് പേരിടും. ഇന്ന് പേരിടുന്ന കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ ചെറുപ്പക്കാര് പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക് വന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, ഉസ്താദ്, ഈ പേരിന്റെ അർത്ഥം എന്താണ്? ഈ പേരിന്റെ അർത്ഥം എന്താ? കിതാബ് പഠിക്കണ കാലത്ത് പോലും ഇത്രയും നോക്കിയിട്ടുണ്ടാവില്ല ഉസ്താദ്മാര്. കാരണം എന്താ? ഈ പേരിന്റെ അർത്ഥം തിരയുക. പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പറയും, പിന്നെ ഉസ്താദിനൊന്നും അറിയത്തില്ല, ഒരു പേരിന്റെ അർത്ഥം പോലും അങ്ങാർക്ക് അറിയത്തില്ല. ഇതാ കളിയാക്കൽ. എന്റെ പ്രിയമുള്ളവരെ, ചില പേരുകൾക്ക് അർത്ഥമില്ല, അറബി പേരുകളായിരിക്കത്തില്ല. ഇങ്ങനെ തിരയുക കിടന്നിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണെന്നറിയോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ലാ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ടോ? ഒരു അബ്ദുല്ലാ, ഒരു അള്ളാന്റെ അടിമ, അള്ളാന്റെ അടിമ ഒരാൾ പോലും ഇല്ല. അബ്ദുർ റഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? 3 പേരുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല, രണ്ടാമത്തെ പേര് അബ്ദുർ റഹ്മാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പേരുള്ള എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിടണം. അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്കൂ, എത്രയോ മനോഹരമായ പേരുകൾ അള്ളാന്റെ ഖുർആൻ പറയുന്നു. ഇന്നാ അർസൽനാക ശാഹിദൻ ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അള്ളാഹുവിന്റെ ഖുർആൻ നല്ല പേര് പറഞ്ഞു തരുന്നുണ്ട്. അർത്ഥം പോലും നോക്കണ്ട. ഇന്ന അർസൽനാക ഷാഹിദ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബഷിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ. ഇതൊക്കെ വെറൈറ്റി. അതാ വെറൈറ്റി പേര്. മുഹമ്മദ് ദാഇ, ദഅവത്ത് ചെയ്യുന്നവൻ. ദാഇ, മുബഷിർ, നദീർ, ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാ. അള്ളാഹു മക്കൾക്കിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിടണമെന്ന് പറഞ്ഞാൽ പേര് ഇപ്പൊ എന്റെ പേര് സിറാജുദ്ദീൻ. എന്റെ വാപ്പ എനിക്കിട്ട പേരാ ദീനിന്റെ വിളക്ക്. എന്റെ ഈ 32 കൊല്ലത്തിന്റെ ഇടയിൽ എത്ര കോടിക്കണക്കിന് പേര് എന്റെ ആ പേര് വിളിച്ചിട്ടുണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ കണ്ടപ്പോ വിളിച്ചു സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക് എന്ന് വിളിച്ചപ്പോ അള്ളാഹ് ആ വിളി കേട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വയലു പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ പേരിന്റെ അർത്ഥം. അതാ പേരിന്റെ അർത്ഥം. നല്ല അർത്ഥമുള്ള പേരിടണം. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ പലരും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എന്താ പേര്? അള്ളാഹുവേ, അബ്ദുർ റഹ്മാൻ, അബ്ദുല്ലാ, മുഹമ്മദ്. അവിടെ നിന്ന് ഇങ്ങനെ ഹസന്, ഹുസൈന്, അബൂബക്കർ, നല്ല പേരുകളാ മക്കൾക്ക് ഇട്ടിരിക്കണേ. എന്നാ വീട്ടിൽ വിളിക്കണേ എന്താ? മോനെ അക്കുവേ, മോനെ അക്കുവേ, മോനെ കുക്കുവേ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നിൽക്കേ. എടാ, നന്മയുള്ളവൻ മുഹമ്മദ് ഹസൻ, നന്മയുള്ളവനെ നന്മയുള്ളവനെ എന്ന് പെറ്റ തള്ള 10 പ്രാവശ്യം വിളിച്ച അവൻ നന്മയുള്ളവനാകും. അവള് വിളിക്കൂല ആ പേര്.
പാപ്പാ നിന്റെ മകന്റെ പേര് ഹസൻ എന്ന് പേരിട്ടിട്ട് നീ അവനെ വിളിക്കൂല, നീ അവനെ കുക്കു കുക്കു എന്ന് വിളിച്ചോണ്ടിരിക്കുക. ഏതോ നാൽക്കാലിയുടെ പേര് എന്താന്ന് പോലും അറിയത്തില്ല, അതിന്റെ പേരെന്താണ്. ബാലരമയിലുള്ള ഏതോ ഒരു ജീവിയുടെ പേരാ അത്, അക്കുവും കുക്കുവും. അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു പണ്ട്. അതുപോലെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, മോനെ നന്മയുള്ളവനെ നന്മയുള്ളവനെ എന്ന് നീ 100 പ്രാവശ്യം വിളിച്ചാൽ നിന്റെ മോൻ നന്നായി പോകും. നീ അത് വിളിക്കൂല, നിന്റെ എളുപ്പത്തിന് നീ വേറെന്തെങ്കിലും പേര് വിളിക്കും. അപ്പൊ പിന്നെ നിന്റെ മക്കള് തലതിരിഞ്ഞു പോയതിന് കുഴപ്പമില്ല, നിന്നെ തല്ലുന്നതിന് കുഴപ്പമില്ല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് കുഴപ്പമില്ല. അതിന്റെ കാരണം നീ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ മക്കളുടെ പേര് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് പരിപൂർണമായി വിളിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷാല വിളിക്കൂലേ? ഒന്ന് തീരുമാനിക്കണവരെ കൈപൊക്കിക്കേ. സ്വന്തം മക്കളുടെ പേര് പരിപൂർണമായിട്ട്. വാപ്പുള്ള വാപ്പ എന്താ നിങ്ങളാരും വിളിക്കൂല? ഒന്ന് വേണമെങ്കിൽ വിളിച്ചാൽ മതി, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ആദ്യമേ അതാ പറഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് സിനാനും മുഹമ്മദ് നഈമും. എൻ്റെ നല്ല പേരാ, ഞാൻ അതേ വിളിക്കത്തുള്ളൂ. മോനെ എന്ന് വിളിക്കും, അത് കുഴപ്പമില്ല, സ്നേഹമുള്ള വിളിയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങ് മക്കളെ കിട്ടൂല. നല്ല മക്കളെ എങ്ങനെ വെറുതെ കിട്ടൂല? എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ ലഭിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കണം. അല്ലാഹുവേ, പിന്നീട് അവന്റെ ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ആൽ ഇംറാനിലെ തോതി കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ജനിച്ച ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആൽ ഇംറാനിലെ ഈ ആയത്ത് ഓതണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തന്റെ മക്കളുടെ ചെവിയിൽ ഊതി കൊടുക്കണം. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തൊട്ടുകൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ തൊട്ടുകൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദേ? ഉണ്ട് മനുഷ്യ. തൊട്ടുകൊടുക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഉദാഹരണം ചോദിക്കട്ടെ, കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേ? ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? അത് നമ്മുടെ അബൂബക്കർ. അവന്റെ ഗുണമല്ലേ ഇവൻ കാണിക്കത്തുള്ളൂ, പറയാറില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൊട്ടുകൊടുക്കുന്ന മനുഷ്യൻ നല്ലവനായിരിക്കണം, 5 നേരം നിസ്കരിക്കണ, അള്ളാനെ ഭയന്ന മനുഷ്യനായിരിക്കണം തൊട്ടുകൊടുക്കാൻ. അല്ലാതെ മുറുക്കാനും മുറുക്കി പള്ളിയുടെ പടി പോലും കാണാത്ത വാപ്പ തൊട്ടുകൊടുത്ത ഓൻ അങ്ങനെ ആയി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആൾക്കാർ വേണം തൊട്ടുകൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ, പൊന്നുമോളുടെ പേരിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം മക്കൾക്ക് നിന്റെ വാപ്പ നിനക്ക് നല്ല പേരിട്ട് തന്നു, പക്ഷേ നീ അത് നിന്റെ മക്കളോട് ചെയ്തില്ല വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് പ്രസവിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം അവർക്ക് നല്ല പേരിടാൻ മറന്നു പോകരുത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉമർ തങ്ങളോട് പറയുകയാ, മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് മക്കളെ കുറിച്ച് കുറ്റം പറയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇമാമാ, മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയും അമ്മയുമായി നിങ്ങൾ ജീവിച്ച് കാണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ വാദിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയ്ക്കും പറയാൻ കഴിയോ, നീ ഒരു നല്ല വാപ്പയാണെന്ന്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണ് നീ എന്ന് പറയാൻ കഴിയോ പെങ്ങളെ എന്ന് പറഞ്ഞ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ആദ്യം നന്നാകേണ്ടത് നീയാണ്. നീയാണ് നിന്റെ മക്കളുടെ ഗുരു, നീയാണ് നിന്റെ മക്കളുടെ ഗുരു. ആദ്യം നീ നന്നാകണം. നിന്നെ കണ്ടു വളരുന്ന മക്കള് തലതിരിഞ്ഞു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം നന്നാകേണ്ടത് വാപ്പ നീയാ. നീ നിസ്കരിക്കോ?
നിങ്ങൾ പറ, 5 നേരം നീ നിസ്കരിക്കൂ, നീ ഖുർആൻ കൈകൊണ്ട് തൊടുവോ, ഒരു സലാത്ത് പറയൂ. ഇത് കണ്ടു വളരുന്ന മകൻ അവൻ ചെയ്തില്ലെങ്കിൽ തല്ലുന്നതിന് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നീ നേരെ ചൊവ്വ വസ്ത്രവും ധരിച്ച് നടക്കോ? അതില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ ആഗ്രഹം. അതിനാർക്കും ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ഉപദേശവാ. വാപ്പ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, വീടിന്റെ മുറ്റത്തിരിപ്പുണ്ട്, കസേരയുടെ മോളി കാലും കയറ്റി വെച്ചിട്ടിരിക്കുക. ബാങ്ക് വിളിക്കുമ്പോ മകനോട് പറയണ്ട, പള്ളി പോടാ, ഭീഷണിയാ, പോടാ പള്ളിയിൽ. ഈ മനുഷ്യന് വല്ല അസുഖമുണ്ടോ? ഒരു ഗുരുവും ഇല്ല. വീടിന്റെ മുന്നിൽ ആരോഗ്യവാനായി ഇരുന്നിട്ട് മകനോട് പറയും പള്ളിയിൽ പോകാൻ. തല്ലാൻ റെഡിയായി നിൽക്കുക. എന്നാ സത്യത്തിൽ ചെയ്യേണ്ടതെന്തേ? നീ ആദ്യം പോയി കാണിക്കണ്ടേ? വാപ്പ, നീ ആദ്യം പള്ളിയിൽ പോണം. നീ പോയാൽ നിന്റെ മകൻ പുറകെ വരും. നീ വരാൻ പോലും വിളിക്കണ്ട. ഉമ്മ പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ മോളോട് പറയും, മഗ്രിബിന് ബാങ്ക് വിളിച്ചു, യാസീൻ ഓതു, സലാത്ത് പറ, നിസ്കരിക്ക്, ഞാനിവിടെ പെറ്റ് കിടക്കുക സീരിയലിന്റെ മുന്നിൽ. ഉമ്മ ടിവിയുടെ മുന്നിലിരിക്കുക. എന്നിട്ട് മക്കളോട് പറയും ചെയ്യാൻ. ഇതെവിടുത്തെ ന്യായവ സഹോദരൻ? ഇതെവിടുത്തെ ന്യായവ? എന്റെ പ്രിയമുള്ളവരെ, ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് പറയുകയാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നിർത്തണോ? നിങ്ങൾ തല്ലുവോ? നിങ്ങൾ തല്ലിയാൽ എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലപോലൊക്കെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ വേണേൽ മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വണ്ടി കയറ്റി വിടും. എനിക്കതൊന്നും വേണ്ട. നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല, ഇനി എന്നെ വയതിനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് പറയണം. പറഞ്ഞില്ലെങ്കിൽ കിട്ടണ പണി എന്തെന്നറിയും? മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ നാട് നശിപ്പിക്കാൻ പോകുമ്പോ ഒരു കുട്ടി ഇരുന്നിട്ട് ബിസ്മി ഓതിക്കൊണ്ടിരിക്കുക. ഫാത്തിഹയാണെന്നും ബിസ്മിയാണെന്ന് പറയുന്നു. ബിസ്മി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവേ, ഒരു കുട്ടി ഇരുന്ന് പടച്ചവനെ ബിസ്മില്ല ഓതുന്നു റബ്ബേ. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ആ കുട്ടി അത് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, നീ ഒന്നും ചെയ്യണ്ട, തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചു. പിന്നീടൊരവസരത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉസ്താദ് ഇബാദത്തിലാണ്. ഒരു ഉസ്താദ് വല്ലാത്ത ഇബാദത്താ. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയപ്പോ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ പിന്നെ നിസ്കരിച്ചാ വെറുതെ വിടുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം തമ്പുരാനെ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു അത്രേ, ആദ്യം ആ ഉസ്താദിനെ തലകീഴായിട്ട് എടുത്തടിക്കാൻ. ആദ്യം ഉസ്താദിനെ തലകീഴായിട്ട് അടിക്കണം, പിന്നെ വേണം നാട്ടുകാർക്ക് കൊടുക്കാൻ. അതെന്തേ പടച്ചവനെ? ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആദ്യത്തെ അടി ഉസ്താദിനാ. അപ്പൊ എനിക്കത് കൊള്ളാൻ വയ്യാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതല്ലെങ്കിൽ പരിശുദ്ധമായി ഖുർആൻ എടുത്തു നോക്കൊരു ചരിത്രം കാണാം. മൂസാ നബിയാണെന്ന് തോന്നുന്നു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിനോട് അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. മൂസാ നബി എത്ര പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ കേൾക്കൂല. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകും. അവസാനം സഹികെട്ടിട്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഇവരെ നീ കൊരങ്ങന്മാരാക്കി കളയണേ തമ്പുരാനെ. അള്ളാഹു, ഇവരെ നീ കോലം മറിച്ച് കളയണേ തമ്പുരാനെ. അപ്പൊ ഇങ്ങനെ കടലിൽ പോയവര് മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ കരയിൽ കുറച്ച് മഹാന്മാരുണ്ടല്ലോ. പള്ളിയുടെ ഫസ്റ്റ് ഓഫ് ഇരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. പലരും പള്ളിയിൽ പോകാൻ, പള്ളി കയറാത്ത ഒരുത്തം പള്ളിയിൽ പോയാ ഈ ഉപ്പാമാര് ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ? കാരണം അവരുടെ കുടുംബ സ്വത്ത് പോലെ ആ പള്ളി. ചിലരങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കടലിൽ പോയവര് തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ മീൻ പിടിക്കാൻ പോകാത്ത കുറച്ച് മഹാന്മാര് കടലിന്റെ കരയിൽ പോയി കാത്തിരിക്കുക. അളിയ എപ്പോ വരുവടാ കൊരങ്ങന്മാരൊക്കെ ഇവരിങ്ങനെ കാത്തു നിൽക്കുക. ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. കാരണം അവര് പോയപ്പോ അവരെ തടഞ്ഞില്ല. തെറ്റ് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തവരാ. ആദ്യം അവർക്കാണ് ശിക്ഷ കിട്ടിയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഓരോ വാപ്പയും ഉമ്മയും കേട്ടോ, മക്കളെ ഉപദേശിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, അങ്ങനെ ഉപദേശിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം.
എങ്ങനെയാ ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മക്കൾ അനുസരിക്കത്തുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ തന്റെ മകനുമായി കടന്നു വന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മകനുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇവൻ ആരും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, മധുരം വാരി വാരി തിന്നുകയാണ്, മധുരം ഒരുപാട് കഴിക്കുന്നുണ്ട്, ആരുപദേശിച്ചിട്ടും ഇവൻ കേൾക്കുന്നില്ല. നബിയെ, നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോൻ അനുസരിക്കും, ഒന്ന് ഉപദേശിക്കുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാനോട് പറഞ്ഞു, പോയിട്ട് പിന്നെ വരാൻ, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഉമ്മ തൻ്റെ മകനുമായി പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് തൻ്റെ മകനുമായി കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമകൻ, ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല, ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു, ഇത്രേ ഉള്ളെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു മറുപടിയെ സദസ്സിലിരിക്കുന്ന ഒരു വാപ്പയും മറക്കരുത്, ഒരു ഉമ്മയും മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മധുരം അധികമായിട്ട് കഴിക്കുമെന്ന അത് നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ ഉപദേശിക്കാമെന്ന് കരുതുന്ന ആദ്യം നന്നാകേണ്ടത് നീയാ. നീ നന്നായിട്ട് വേണം നിന്റെ മക്കളെ നന്നാക്കാൻ നിൽക്കേണ്ടത്. അല്ലാതെ പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നിന്റെ മകനോട് പറയണ്ട പള്ളിയിൽ പോകാ, നീ അവനെ നിർബന്ധിക്കണ്ട വാപ്പോ. നിന്റെ പൊന്നുമോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്നെ കൂടെ കൊണ്ടുപോകോ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിലേ, നീ നമസ്കരിക്കുന്നവളാണെങ്കിലോ പടച്ചവനെ, നിന്റെ പൊന്നാര മക്കൾ നിന്റെ കൂടെ വന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണെങ്കിലോ, നിങ്ങൾ നല്ലവരാണെങ്കിൽ, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹുവേ അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് അല്ലാഹുവേ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യയും വൃത്തികേടുകൾ കാണിച്ചാൽ പലർക്കും തിരുത്തി കൊടുക്കാൻ പേടിയാണ്. ഭാര്യയും മക്കളും തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കാത്ത പലരുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന സഹാബാ, അല്ലാഹുവിന്റെ കോടതിയിലെ 3 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു കരുണ കാണിക്കാത്ത, പടച്ചവന് മുഖത്ത് പോലും നിൽക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം വാപ്പാണിപ്പോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ചില വാപ്പമാരാണ് ഏത് വാപ്പമാരെന്നറിയുമോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ. വാപ്പാ, പടച്ചവനെ, ഈ പള്ളിയിൽ അസറിന് വന്ന ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകൂ. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഹദ്ദാനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് വീടിന്റെ അകത്തിരുന്നു കൊണ്ട് ചന്ദനമടയും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാ. ഇത് നിനക്ക് പാപമാണെന്നറിയുമല്ലോ, ഇത് തെറ്റാണെന്ന് നിനക്കറിയുമല്ലോ. പടച്ചവനെ, അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ. നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവർ 3 വിഭാഗം. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മഗ്രിബിന് ശേഷമുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ളതാ, ഖുർആൻ ഓതേണ്ട സമയമാ. അപ്പൊ വാക്യ ഓതണം, റഹ്മാൻ ഓതണം, സജദ ഓതണം, മുൽക്ക് ഓതണം, യാസീൻ ഓതണം. ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം. നീ കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ തിരുത്തി കൊടുക്കാറ്
കൊടുക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്ക്, തിരുത്തി കൊടുക്കാറുണ്ടോ? മക്കളെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടാ കാണുന്ന അരപ്പാവാട ഇട്ട് ആടുക. നിങ്ങൾ ആലോചിക്ക്, അരപ്പാവാട ഇട്ടിട്ട് ആടുന്ന ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ടും. എന്റെ പ്രിയമുള്ള സഹോദരിമാരും മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചിരുന്ന വാപ്പയും ഉമ്മയും കാണുന്ന കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുത്തി കൊടുത്തില്ലെങ്കിൽ നിനക്ക് എവിടെ തഴമ്പുണ്ടെങ്കിലും, നീ എത്ര കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്നത് അനുവദനീയ ഇസ്ലാമില്? പറമനുഷ്യന്മാരെ, സിനിമ കാണുന്നത് അനുവദനീയമാണോ? തെറ്റാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സദസ്സുണ്ടോ? നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇതൊന്ന് ജായിസാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പക്ക തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാ TV ഇല്ലാത്ത വീടുണ്ടോ? TV ഇല്ലാത്ത വീടുണ്ടോ? വീട്ടിന്റെ വരാന്ത മുന്നിൽ കയറുമ്പോ വെച്ച് നീ പോയി നോക്ക്, നിന്റെ ഭാര്യയും മക്കളും ഇരുന്ന് കാണുമ്പോ നിനക്കത് തെറ്റാണെന്ന് തോന്നിയിട്ട് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വിടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. എന്തൊരു ഒത്തൊരുമയാ പടച്ചോനെ, ഇല്ല? എന്തൊരു ഒത്തൊരുമയാ. ഇരുന്നിട്ട് ഇംഗ്ലീഷ് ഇവിടെ മക്കളും വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നിട്ട്, മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അള്ളാഹുവേ ഈ വൃത്തികേടുകൾ കാണുന്ന കാലവാ. ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് വലിയ വിഷയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വീട്ടിൽ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ 3 സമയത്ത് മാതാപിതാക്കളുടെ റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വന്തം മക്കളെ, വീട്ടിൽ 8 or 9 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ പോണെങ്കിൽ അനുവാദം ചോദിക്കണം.